പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വന്യരായ വൈദിക സഹോദരരെ, സുവിശേഷ പ്രവർത്തകരെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 9ാമത്തെ എപ്പിസോഡാണ് ഇത്. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദിവ്യവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും നിൻ്റെ പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ആണ്ടുവട്ടത്തിലെ ഏറ്റവും വികാരസാന്ദ്രമായ ഒരു പെരുന്നാളാണ് ക്രിസ്മസ്. നമ്മളതിനെ വിളിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ജനനപ്പെരുന്നാൾ എന്നാണ്. രക്ഷാകരം എന്ന വിശേഷണം കൂട്ടിച്ചേർക്കുമ്പോൾ കർത്താവിൻ്റെ ജനനം തീർച്ചയായിട്ടും രക്ഷാകരമായിരുന്നു. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അത് രക്ഷാകരമായി തീരുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പലതും നമ്മുടെ ശൈശവകാലം മുതൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളുണ്ട്. പുൽക്കൂട്, കണ്ണു ചിമ്മുന്ന നക്ഷത്രവിളക്കുകൾ, പിറവിയുടെ ശുശ്രൂഷകൾ, മനോഹരമായ ഗാനങ്ങൾ, തീയുടരിച്ച ശുശ്രൂഷ, അങ്ങനെ പ്രത്യേകമായ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ അത് സൃഷ്ടിക്കുകയാണ്. കൂടുതലും ഓർമ്മകളിലൂടെയാണ് അത് വികാരസാന്ദ്രമാകുന്നത്. എന്നാൽ ശൈശവകാലത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ചില കാര്യങ്ങൾ നിർബന്ധമായി ശരിയാകണമെന്നില്ല. അതിനാൽ നമ്മൾ ഈ പിറവിത്തിരുനാളിൻ്റെ ആഴമായ അർത്ഥത്തിലേക്ക് പോയി അതിനെ ഒരു രക്ഷാകരമായ അനുഭവമാക്കി മാറ്റണം. വികാരങ്ങളെക്കാൾ ബുദ്ധിയും യുക്തിഭദ്രതയും നമുക്കാവശ്യമാണ്. അതിനാൽ നമ്മൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം ഈ മിശിഹാ രഹസ്യത്തെക്കുറിച്ച്, രക്ഷാകരമായ ജനനപ്പെരുന്നാളിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ യോഹന്നാൻ്റെ 1:8 നാം വായിക്കുന്നു, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഒന്നാമത്തെ ഉദ്ദേശം പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുക എന്നതായിരുന്നു. യേശു പിൽക്കാലത്ത് തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും തൻ്റെ പിതാവിൻ്റെ സ്വഭാവം, അവിടുത്തെ സ്നേഹം, കരുണ, പരിപാലന ഇതൊക്കെ വെളിപ്പെടുത്തുന്നതായിരുന്നു. 2, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ വരം നൽകി. 1 യോഹന്നാൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യം. ദൈവപുത്ര സ്ഥാനം നമുക്ക് നൽകുക എന്നുള്ളത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. 3-ാമതായി, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമായി തീരാനാണ് അവൻ വന്നത്. യോഹന്നാൻ പ്രകാശമായിരുന്നില്ല, പക്ഷേ കർത്താവായ യേശുവിന് വഴിയൊരുക്കുവാൻ ആയിരുന്നു അവൻ്റെ റോൾ. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം പിന്നീട് വരാനുണ്ടായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇവിടെ വെളിച്ചമെന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട. നമ്മൾ ഒരു സ്വിച്ച് ഇട്ടു, ഇലക്ട്രിക് ലൈറ്റ് തെളിഞ്ഞു,
അവിടെ പ്രകാശമുണ്ടായി. ആ പ്രകാശത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വെളിച്ചം, പ്രകാശം എന്ന് പറഞ്ഞാൽ നിത്യജീവനാണ്. അതിനാൽ കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ കൊടുക്കുവാനാണ് കർത്താവ് ഈ ഭൂമിയിൽ ഭൂജാതനായത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം, ഗ്ലോറി. ഹീബ്രു ഭാഷയിൽ കബാദ് എന്ന മൂലത്തിൻ്റെ അർത്ഥം ടു ബി ഹെവി എന്നാണ്. കബോദ്, ഗ്ലോറി. അതിൻ്റെ വാച്യാർത്ഥം നമ്മൾ ഉദാഹരണമായി ഒരു കടൽക്കരയിൽ സായം സന്ധ്യയിൽ പോയി നിൽക്കുമ്പോൾ കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീമാകാരമായ മേഘങ്ങൾ ഈ അന്ത്യസൂര്യൻ്റെ പ്രഭാപൂർണമായ ആ വെളിച്ചത്തിൽ സ്വർണ്ണ നിറത്തിൽ കാണപ്പെടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഒരു ഹെവി ക്ലൗഡ്, ഈ ഹെവി ക്ലൗഡിനെ കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 40-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഒരു ഭീമാകാരമായ മേഘം സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തങ്ങി നിന്നു. അത് അപ്രത്യക്ഷമാകുന്നിടം വരെ ഇസ്രായേൽ ജനത അവരവരുടെ കൂടാരങ്ങൾ പൊളിച്ച് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയില്ലായിരുന്നു. അതവർക്കൊരടയാളമായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം. ഇവിടെ നാം വായിക്കുന്നു, ആട്ടിടയന്മാരുടെ മേൽ കർത്താവിൻ്റെ മഹത്വം പ്രകാശിച്ചു. അന്നത്തെ കാലത്തെ ആട്ടിടയന്മാർ എല്ലാവരാലും വെറുക്കപ്പെട്ട, കള്ളന്മാരായി മുദ്രകുത്തപ്പെട്ട, സമൂഹത്തിൽ ആരും അടുപ്പിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരായിരുന്നു. പകൽ ആടിൻ്റെ കൂടെ, രാത്രിയിൽ ആടിന് കാവല് കിടക്കുക, ഇതിനിടയിൽ വീട്ടിൽ പോകുന്നില്ല. എവിടെയാണ് അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ കിട്ടുക? അതുകൊണ്ട് അടുത്ത പറമ്പുകളിൽ എല്ലാവരും കടന്ന് കിട്ടാവുന്നതെല്ലാം പറിച്ചു തിന്നുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമായിരുന്നു. പലപ്പോഴും അവർക്ക് ദൂഷണങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏറ്റിട്ടുണ്ട്. പക്ഷേ ജീവിക്കണമല്ലോ, പിന്നെയും അടുത്ത ദിവസവും അവർ കട്ടുതിന്നു. ഇങ്ങനെ കള്ളന്മാരും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായിരുന്ന ആട്ടിടയന്മാരുടെ മേലാണ് ആദ്യമായി കർത്താവിൻ്റെ മഹത്വം ഉദിക്കുന്നത്. ഇത് പിൽക്കാലത്ത് താൻ പാപികളെ, ഏറ്റവും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് കിടന്നവരെ അന്വേഷിച്ചാണ് വന്നത് എന്ന് പറഞ്ഞ ആ കാര്യം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. അടുത്ത നമ്മുടെ ചിന്ത സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണല്ലോ മാലാഖമാർ പറഞ്ഞത്. ആ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന ലൂക്കായുടെ സുവിശേഷം 2:10 വാക്യമാണ് നമ്മുടെ ഈ പരമ്പരയ്ക്ക് പേരായി, നാമമായി എടുത്തിരിക്കുന്നത്. ഇത് നമുക്കറിയാവുന്നതുപോലെ ക്രിസ്മസ് പരസ്പരം നമ്മൾ സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു വലിയ അവസരമാണ്. നമ്മൾ സമ്മാനപ്പൊതി കൈമാറുമ്പോൾ അത് വർണ്ണക്കടലാസിൽ അതിമനോഹരമായി പാക്ക് ചെയ്ത് അതിനേക്കാൾ മനോഹരമായ ഒരു ചരട് കൊണ്ട് ബന്ധിച്ച് അതിൽ ഒരു കുറിപ്പ് വെച്ച്, എന്നാൽ ക്രിസ്മസിൻ്റെ ദിവസം മാത്രമേ അത് പൊട്ടിക്കുകയുള്ളൂ.
അപ്പോൾ എല്ലാ ഗിഫ്റ്റിലും ഒരു സർപ്രൈസ് ഉണ്ട്. നേരത്തെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുമെങ്കിലും അത് നമ്മൾ ഉടനെ പൊട്ടിച്ച് നോക്കാറില്ല. ക്രിസ്മസിൻ്റെ ദിവസം രാവിലെ വരെ കാത്തു നിൽക്കും. ഇവിടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞൊരു ഗിഫ്റ്റായിട്ടല്ല യേശു വന്നത്. പിന്നെയോ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ പിള്ളക്കച്ച കർത്താവിൻ്റെ ജനനത്തിലൊരു കച്ചയുണ്ടായിരുന്നു, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൽ വേറൊരു കച്ച. അതിനാൽ മനുഷ്യര് ഉടുത്ത് മുഷിഞ്ഞ് കീറിയ വസ്ത്രങ്ങൾ അത് വലിച്ചു കീറിയാണ് കുഞ്ഞുങ്ങളെ അന്നത്തെ അമ്മമാർ തണുപ്പിൽ നിന്നും മറ്റും രക്ഷപ്പെടാനായി അവരുടെ കയ്യിലും കാലിലും ഒക്കെ ചുറ്റിക്കെട്ടിയിരുന്നത്. അതിനാൽ ഇടയന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പാക്കറ്റ് കാണുമ്പോൾ മനസ്സിലാകണം, അതാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്കായി പറക്കുവാൻ പോകുന്ന യേശുവിൻ്റെ അടയാളം. അടുത്ത നമ്മുടെ ചിന്ത, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് മാലാഖമാർ പാടിയ പാട്ടാണ്. അതിനെക്കുറിച്ച് എല്ലാ ക്രിസ്മസിനും നമ്മൾ പ്രസംഗിക്കാറുമുണ്ട്. പലപ്പോഴും ലത്തീൻ ഭാഷയുടെ സ്വാധീനത്തിൽ ഹൊമിനിബുസ് ബോനെ വോളുന്താറ്റിസ്, ടു മെൻ ഓഫ് ഗുഡ് വിൽ എന്ന് നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. അത് ബിബ്ലിക്കലായിട്ട് തെറ്റാണ്. മെൻ ഓഫ് ഗുഡ് വിൽ അല്ല. ഇവിടെ ഗുഡ് വിൽ ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് സമാധാനമെന്നാണ്, അല്ലാതെ നോട്ട് ടു ദ മെൻ ഓഫ് ഗുഡ് വിൽ. അപ്പോൾ അത് മനുഷ്യൻ്റെ ഗുഡ് വില്ലിനെ ആശ്രയിച്ചിരിക്കും. ഇത് ദൈവത്തിൻ്റെ ഗുഡ് വില്ലിനെ ആശ്രയിച്ചാണ് സമാധാനം. നമ്മൾ സമാധാനം എന്ന് കേൾക്കുമ്പോൾ വീട്ടിൽ വഴക്കുണ്ടെങ്കിൽ അതിന് സമാധാനം എന്ന് വിളിക്കത്തില്ല. അതുകൊണ്ട് വഴക്കില്ലാത്ത അവസ്ഥ, യുദ്ധമില്ലാത്ത അവസ്ഥ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പോകുന്ന അവസ്ഥ, അതിനെയൊക്കെയാണ് നമ്മൾ സമാധാനം എന്ന് വിളിക്കുക. എന്നാൽ ഹീബ്രു ഭാഷയിലെ ഷാലോം എന്നുള്ള വാക്കിന് സമാധാനം എന്നുള്ള അർത്ഥമല്ല ആദ്യത്തെ പ്രധാനപ്പെട്ട അർത്ഥം. ഇൻറ്റഗ്രിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം, സമഗ്രത. ടു ബി ഹോൾ ഈസ് ടു ബി ഹോളി. അപ്പോൾ അതിന് പല അർത്ഥങ്ങൾ കൈവരികയാണ്. ഷാലോം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ തന്നെ ഒരുമാതിരി സമ്പൂർണത അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ. ടു ബി ഇൻ്റഗ്രൽ. അതിനാൽ നമ്മുടെ ഇൻ്റഗ്രിറ്റിയിൽ നിന്ന് നമ്മളെ തെറിപ്പിക്കുന്ന, നമ്മളെ പൊട്ടിച്ചു മാറ്റുന്നത് എന്താണ്? അത് തീർച്ചയായിട്ടും പാപമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അവൻ പാപിയായി തീർന്നു എന്നുള്ളതാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ അവനുമായിട്ടുള്ള സ്വത്വമായിട്ടുള്ള ബന്ധം, ഇവ വിച്ഛേദിക്കപ്പെടുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ അതിന് ഹാനി സംഭവിക്കുമ്പോൾ മനുഷ്യൻ്റെ സമാധാനം ഇല്ലാതാകുന്നു. അതിനാൽ കർത്താവായ യേശു എന്താണ് ചെയ്തത്? നാം അവനെ വിളിക്കുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. എഫേസ്യർ 2:14. അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ പൊളിച്ചു കളയുകയും ചെയ്തു. എഫേസ്യർ 2:14. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് മാത്രമേ
ഈ ലോകത്തിൽ പാപം മോചിക്കാനായിട്ട് പിറന്നു വീണിട്ടുള്ളൂ. ഞാനെവിടെയോ വായിച്ച കൂട്ടത്തിൽ ഈ ലോകത്ത് എത്ര മനുഷ്യരെ പിറന്നിട്ടുണ്ട് എന്നൊരാളൊരു കണക്ക്, അതൊന്നും ശരിയാകണമെന്നില്ല, എങ്കിലും അദ്ദേഹം നൽകിയിട്ടുള്ള കണക്ക് 180 എന്ന് എഴുതുക, അതിന് ശേഷം 12 പൂജ്യങ്ങളിടുക. അത് ഏതാണ്ട് 1800 കോടി മനുഷ്യർ ഈ ഭൂഗോളത്തിൽ ഭൂജാതരായിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1,80,000 കോടി മനുഷ്യർ നമ്മുടെ ഈ ഭൂഗോളത്തിൽ ജാതരായിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഈ ലോകത്തിൻ്റെ പാപം പരിഹരിക്കാൻ വേണ്ടി മാത്രം ഭൂജാതനായത്, യഹോശുവ, യേശു എന്ന ആ മനുഷ്യൻ. അതിനാൽ യേശുവിന് മാത്രം അവകാശപ്പെട്ടൊരു കാര്യമാണ് ലോകത്തിന് സമാധാനം തരിക എന്നുള്ളത്. യോഹന്നാൻ്റെ 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്. അതിനാൽ വേറെ ആർക്കും തരാൻ കഴിയാത്ത ക്രിസ്തു യേശുവിൻ്റെ സമാധാനം നമ്മുടെ മനസ്സുകളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമുദായത്തെയും ഭരിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞ ശേഷം നമ്മൾ ഈ ക്രിസ്മസിന് എന്ത് ചെയ്യണം എന്നുള്ള ഏതാനും ചിന്തകൾ മാത്രം പങ്കിടുകയാണ്. ഇടയന്മാർ എന്ത് ചെയ്തു? ഇടയന്മാർ അവർക്ക് സൂചന ലഭിച്ച ഉടൻ തന്നെ ബേത്ലഹേമിലേക്ക് പോയി മറിയത്തിനെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന യേശുവിനെയും കണ്ടു. അവിടെ ഒരു കാക്ക പറന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് പോലെയല്ല. തെയോറൈൻ എന്നുള്ള വാക്ക് നിരീക്ഷിക്കുക, ധ്യാനിക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതിനാൽ ഈ ക്രിസ്മസ് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ജന്മപ്പെരുന്നാൾ ധ്യാനാത്മകമായി ചെലവഴിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ കിടത്തിയിരിക്കുന്ന സജ്ജീകരിച്ചിരിക്കുന്ന രൂപങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരുത്തും. അതീ പറഞ്ഞതുപോലെ ശൈശവകാല സ്മരണകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ചില ചലനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷേ യേശുവിനെ ധ്യാനിക്കുമ്പോൾ ഒന്നാമതായി ചെയ്യേണ്ടത് ഇവൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഈ ശിശു ആരാണ്? ഈ പുൽത്തൊട്ടിയിൽ കിടത്തി പിള്ളക്കച്ചകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഇവൻ ആരാണ്? ഇവൻ ആരാണ് എന്നറിയാൻ യെശയ്യ 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ നാം വായിച്ചു നോക്കുക. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ശക്തനായ ദൈവം, വിസ്മരണീയനായ ഉപദേഷ്ടാവ്, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് തുടങ്ങിയ കുറേ വിശേഷണങ്ങൾ യെശയ്യായുടെ 9 കൊടുത്തിട്ടുണ്ട്. അതിനാൽ യേശുവിനെ ധ്യാനിക്കുക, പുൽക്കൂടിനെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ പുൽക്കൂടിനല്ലല്ലോ യേശുവിനല്ലേ പ്രാധാന്യം. അതുകൊണ്ട് യേശു ആരായിരുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായും ധ്യാനിക്കുക. 2,
ദൈവത്തിൻ്റെ വലിയ സ്നേഹം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ ധ്യാന വിഷയം. യോഹന്നാൻ്റെ 3:16. അടുത്ത നമ്മുടെ കടമ യേശു ആരാണെന്ന് മനസ്സിലാക്കി, യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി, അടുത്ത സംഗതി ഈ വലിയ ദാനത്തിനു വേണ്ടി കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. അവർണ്ണനീയമായ ദാനത്തിനു വേണ്ടി കർത്താവെ നിനക്ക് സ്തുതി. 2 കൊരിന്ത്യർ 9:15. സിറോ മലബാർ കുർബാനയിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് അത് പറയുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഈ പുൽക്കൂടിനെക്കുറിച്ച്, പിറന്നു വീണ യേശുവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ യേശുവിന് വേണ്ടി, യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി അവർണ്ണനീയമായ, ഇൻഡിസ്ക്രൈബിൾ, വിവരിക്കാൻ പാടില്ലാത്ത ഈ വലിയ ദാനത്തിന് വേണ്ടി കർത്താവെ നിനക്ക് സ്തുതി എന്ന് പറയുവാൻ നമുക്ക് പഠിക്കാം. അടുത്തത് താഴുവാൻ പഠിക്കുക. നമ്മുടെ നാട്ടിൽ കെസ്റ്റർ എന്ന് പറയുന്ന പാട്ടുകാരൻ പാടിയൊരു പാട്ടിൽ നമ്മളെ സ്പർശിക്കുന്ന ഒരു ശീലുണ്ട്. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത് ആവർത്തിച്ച് നാം പാടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, ദൈവത്തിന് മാത്രമേ ഇത്രയും താഴാൻ പറ്റുകയുള്ളൂ. ഏറ്റവും താണവസ്ഥയിൽ ജനിച്ച യേശു വെളിപ്പെടുത്തുന്നത് ഏറ്റവും വലിയ ദൈവത്തെയാണ്. ചെറിയ മനുഷ്യർക്ക് ചെറുതാകാൻ പറ്റത്തില്ല, വലിയ മനുഷ്യർക്ക് ചെറുതാകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുക, ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇനിയും ഞങ്ങൾ വളരേണ്ടിയിരിക്കുന്നു, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ബേത്ലഹേമിലെ പോയിട്ടുള്ളവർക്കറിയാം, ഇപ്പോൾ അവിടെ പണിതിരിക്കുന്ന ബസിലിക്കയുടെ തറയിൽ നിന്ന് ഉദ്ദേശം 15 അടി താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് കർത്താവ് പിറന്നു വീണ ആ ഗുഹയുടെ തട്ടിൽ നമ്മൾ ചെല്ലുക. എന്നാൽ ബേത്ലഹേമിലെ ബസിലിക്കയിൽ പ്രവേശിക്കണമെങ്കിൽ മുമ്പ് വലിയ കവാടങ്ങളുണ്ടായിരുന്നു. എന്നാൽ മധ്യശതകങ്ങളിൽ മുഹമ്മദീയർ ഈ ബസിലിക്ക കൈയടക്കുകയും അവരുടെ പട്ടാളക്കാർ കുതിരപ്പുറത്ത് ഒക്കെ പള്ളിയിൽ കയറുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ കുതിരകളുമായി പള്ളിയിൽ കയറി കുതിരയുടെ ചാണകവും മൂത്രമൊക്കെ വീണ് അവിടെ അശുദ്ധമാകുന്നതുകൊണ്ട് അന്നത്തെ യൂറോപ്പിൽ നിന്ന് വന്ന ക്രൂസൈഡേഴ്സ് ആ ബസിലിക്കയുടെ വാതിൽ കല്ല് വെച്ച് അടച്ചു കളഞ്ഞു. കുതിരപ്പുറത്ത് ആൾ വരണ്ട എന്ന് വിചാരിച്ച്, എന്നിട്ട് 4 അടി മാത്രം ഉയരമുള്ള ഒരു വാതിലിലൂടെ മാത്രമാണ് ഈ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇപ്പോൾ ഈ പിറവിയുടെ ബസിലിക്കയിലേക്ക് പ്രവേശിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തലകുനിക്കാതെ കടന്നു പോകാം, ബാക്കി എല്ലാവർക്കും തലകുനിച്ച് മാത്രമേ ഈ ബസിലിക്കയിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ ഞാൻ പറഞ്ഞുവെങ്കിലും ഇന്നതിനൊരു ആത്മീകമായ ചിന്തയുണ്ട്. കർത്താവിനെ കാണണമെങ്കിൽ തലകുനിക്കാതെ പറ്റത്തില്ല. കർത്താവിനെ കാണാൻ വന്ന പൗരസ്ത്യദേശത്തെ വിജ്ഞാനികൾ അല്ലെങ്കിൽ രാജാക്കന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നവരും അവരുടെ കിരീടങ്ങളൊക്കെ ഊരി വെച്ചിട്ട് മാത്രമേ യേശുവിനെ കുമ്പിടാൻ അവർക്ക് പറ്റിയുള്ളൂ. അതിനാൽ എത്ര വലിയ ആളാണെങ്കിലും യേശുവിനെ കാണണമെങ്കിൽ അതുപോലെ താഴ്ന്ന് കുനിഞ്ഞു ചെല്ലണം. നമ്മൾ
എന്തിനാണ് തീ ഉഴലിച്ച ശുശ്രൂഷ നടത്തുക? നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് വലിയ തണുപ്പൊന്നുമില്ല. പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, 60-65 വർഷം മുമ്പൊക്കെ എല്ലാവരും കുർബാന രാവിലെ വെളുപ്പാങ്കാലത്താണ് കുർബാന. അത് കഴിഞ്ഞാൽ എല്ലാവരും പോയി ഈ തീയൊഴിച്ച ശുശ്രൂഷ നടത്തിയ ആഴിക്ക് ചുറ്റും ഇരുന്ന് തീ കായുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ തീ കായാനുള്ള ഒരു സംവിധാനമല്ല. പിന്നെയോ യെശയ്യായുടെ 9:2 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അന്ധകാരത്തിലിരുന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ടു. വലിയ പ്രകാശം അന്നത്തെ കാലത്ത് ആഴി കൂട്ടുക എന്നുള്ളത്. ഇന്ന് വലിയ ഫുട്ബോൾ കളികളും ക്രിക്കറ്റ് കളികളൊക്കെ നടത്തുന്നത് രാത്രിയിലാണ്, പകലല്ല. നമ്മൾ കൃത്രിമമായിട്ട് പകൽ സൃഷ്ടിക്കുകയാണ്. എന്നാൽ അതുപോലുള്ള വിളക്കുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരു വലിയ ആഴി കൂട്ടുക എന്നുള്ളതായിരുന്നു അന്നത്തെ വലിയ പ്രകാശം. അതിനാൽ ഈ പ്രകാശം ആഴി കൂട്ടുന്നത് കർത്താവായ യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രകാശമാണ്. ആഴിയിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ മുഖത്ത് തട്ടുമ്പോൾ വിചാരിക്കുക, ഇത് പ്രകാശത്തിൻ്റെ കാര്യമല്ല, നിത്യജീവൻ്റെ കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് അവസാനത്തിലേക്ക് വരാം. ആട്ടിടയന്മാർ കർത്താവിനെ കണ്ടു, ധ്യാനിച്ചു. അതിനുശേഷം അവരെന്താണ് ചെയ്തത്? അവരെ കണ്ട കാര്യങ്ങൾ അവർക്ക് പരിചയമുള്ള എല്ലാവരോടും പോയി പ്രഘോഷിച്ചു. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അത്ഭുതമുണ്ടായി. മറിയമാകട്ടെ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ കണ്ട കാര്യങ്ങൾ പ്രസ്താവിക്കുക, കണ്ടതും കേട്ടതും അറിഞ്ഞതും തൊട്ടതും ഒക്കെ പ്രഘോഷിക്കുന്നതിനെയാണല്ലോ നമ്മൾ സുവിശേഷീകരണം എന്ന് പറയുക. നമുക്ക് അനുഭവമില്ലാത്തൊരു കാര്യത്തിലേക്ക് നീ കടന്നു വരണമെന്ന് പറയാൻ വേറൊരാൾ പറയാൻ നമുക്ക് അവകാശമില്ല. പക്ഷെ ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ തൊട്ടതാണ്, ഞാൻ രുചിച്ചറിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ അറിഞ്ഞ കർത്താവിനെ നിങ്ങളും അറിയണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ അവകാശമുള്ളൂ. ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്, ആരാധന നടക്കണമെങ്കിൽ ആദ്യം അത്ഭുതം നടക്കണം. അത്ഭുതം കൂറണം എന്നാണ് അർത്ഥം. ആദ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടണം. അത്ഭുതത്തിൽ നിന്നാണ് ആരാധന വരുന്നത്. ഒരു വലിയ വെടിക്കെട്ട് നമ്മൾ കണ്ട് ഒരു വലിയ അമുട്ട് പൊട്ടി വിരിയുന്ന അവസരത്തിൽ മനുഷ്യരുടെ ഭാവം ശ്രദ്ധിച്ചു നോക്കുക, എല്ലാവരുടെയും വാ പൊളിഞ്ഞിരിക്കും. ആ എന്ന് വിളിച്ച് സ്വരമുണ്ടാക്കും. ഇതാണ് അത്ഭുതം. ഈ അത്ഭുതത്തിൽ നിന്നാണ് ആരാധന വരിക. ഈ വേദഭാഗത്ത് ലിറ്റർജിയുടെ അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. കാണുക, കേൾക്കുക, അറിയുക, നിരീക്ഷിക്കുക, അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുക. അങ്ങനെ പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ അവരത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെട്ടവരെ വീണ്ടും വീണ്ടും വന്ന് യേശുവിനെ കണ്ടു, ആരാധിച്ചു. പൗരസ്ത്യദേശത്തുനിന്ന് വന്നവർ പൊന്നും മീറയും കുന്തിരുക്കവും തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ച് അവർ കുമ്പിട്ട് ആരാധിച്ചു. അത് ലിറ്റർജിയാണ്. അതിനാൽ ലിറ്റർജിയുടെ ഒരു അടിസ്ഥാനം കൂടി ഈ ജന്മപ്പെരുന്നാളിൽ നമ്മളൊക്കെ കാണാം. ഏറ്റവും വിലയുള്ള കാര്യങ്ങളാണ് പൂജരാജാക്കന്മാർ കൊണ്ടുവന്നത്. ഇന്ന് മീറയ്ക്കും കുന്തിരുക്കത്തിനും വലിയ വിലയില്ല. പണ്ട് കാലത്ത് അതൊക്കെ വിലയുള്ള കാര്യങ്ങളായിരുന്നു. ഇന്ത്യയിൽ നിന്നാണ് ഈജിപ്തിലെ മമ്മികളെ, മരിച്ചവരെ, അവരുടെ മൃതശരീരം അഴിഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ തക്കവണ്ണം മമ്മിഫൈ ചെയ്തിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ മീറയും കുന്തിരുക്കവുമായിരുന്നു. അപ്പോൾ അന്ന് അത് വിലപ്പെട്ടതായിരുന്നു. ഈ 3 വേദശാസ്ത്രികൾ
അവർക്ക് വിലപ്പെട്ടതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് വിലപ്പെട്ടത് എന്താണ്? എനിക്ക് വിലപ്പെട്ടത് മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റൂ. എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ദൈവത്തിന് കൊണ്ട് കൊടുത്തിട്ട് എന്താ കാര്യം? വിലയില്ലാത്തൊരു കാര്യം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് എന്ത് കാര്യം? അതിനാൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ജീവനായതുകൊണ്ട് ഈ ജീവൻ തന്നെ കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കാം. ഈ തിരുനാളിൻ്റേതായ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ ഇടവക ജനങ്ങൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.